സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെന്റെയുള്ളം നന്നേ നിറയുന്നേ. സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ഹല്ലേലൂയ. യേശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി അല്ലെങ്കിൽ സ്വഭാവമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. യേശുവിനെ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരാണെങ്കിലും അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാക്കേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക. ലിവ് ഫോർ അതേഴ്സ്. തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയും യേശുവിന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കണം. ഞാൻ എനിക്ക് വേണ്ടി തന്നെ ജീവിക്കത്തില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും. യേശുവിന് വേണ്ടി ജീവിക്കും എന്ന് പറയുന്നത് ശരിയാണ്, തെറ്റല്ല. പക്ഷെ യേശുവിന് വേണ്ടി മാത്രം, ചിലർക്കാണ് യേശുവിന് വേണ്ടി ജീവിക്കാൻ ഭയങ്കര സന്തോഷമാണ്, പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ അത്ര ഇഷ്ടം ഇല്ല. ഞാൻ ചിലവ് പറയാറുണ്ട്, കർത്താവെ ഞാൻ എന്നെ നിനക്ക് തരുന്നു, അതാണ് ഏറ്റവും അത്യാവശ്യം. പക്ഷെ എനിക്കുള്ളതും കൂടെ തരുന്നെന്ന് പറയത്തില്ല. എന്നെ നിനക്ക് തരും, പക്ഷെ എനിക്കുള്ളതൊക്കെ എന്റെ ഇരിക്കുമെന്നാണ് പലരുടെയും ചിന്ത. എന്നാൽ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ അല്ലെങ്കിൽ എന്നെ അനുഗമിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്നാ കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ തന്നെ തന്നെ കൊടുക്കണം. പക്ഷെ തന്നെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തനിക്കുള്ളതൊന്നുമില്ല. അപ്പൊ ഞാൻ എന്നെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്കുള്ളത് എന്താ? ചിലപ്പോൾ ഞാൻ പറയും എനിക്കുള്ളതെല്ലാം എന്ന് 2 പ്രാവശ്യമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്നെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കുള്ളതെല്ലാം ആർക്കുള്ളതാണ്? യേശുവിനുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ, നമ്മളെ സ്പർശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ യേശുവിനെ ശ്രേഷ്ഠനായിട്ട് എണ്ണാൻ ആർക്കാ പ്രയാസം? പക്ഷെ മറ്റുള്ളവരെ ശ്രേഷ്ഠനായിട്ട് എണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസമാണ്. അതുപോലെ യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ ജീവിക്കുമ്പോഴാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാം. For God so loved the world, he gave his only begotten son, so that whosoever believeth in him shall not perish but have eternal life. അവൻ ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു, തന്നെ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. 1 യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാം. 1 യോഹന്നാൻ 3:16 എന്താണെന്ന് അറിയാമോ? അവൻ നമുക്ക് വേണ്ടി പ്രാണനെ വെച്ചു തന്നതിനാൽ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു, നാമും മറ്റുള്ളവർക്ക് വേണ്ടി, സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അപ്പോൾ നമ്മൾ യേശു നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ആശ്വസിച്ചാൽ മാത്രം പോരാ. എന്തോ വേണം? നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാനായിട്ട് പരിശ്രമിക്കണം. അപ്പോൾ യേശു തന്നെ പ്രസാദിപ്പിച്ചില്ല. അവൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നവനായ യേശു എങ്ങനെയുള്ളവനാണ്? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത യേശുവാണ്. അതുകൊണ്ട് നമ്മൾ അവന്റെ സ്വഭാവം പ്രകാശിപ്പിക്കുമ്പോൾ അതാണ് പുറത്തു വരേണ്ടത്. എന്ത്? എനിക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തീരുമാനമെടുക്കാനുള്ള അവകാശം അവൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തു. തന്നെ വഞ്ചിച്ച അല്ലെങ്കിൽ തന്നെ മുതലെടുത്ത ലോത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ജീവൻ പോലും പണയം വെച്ച് അവനെ രക്ഷിക്കാനായിട്ട് തന്റെ ആൾക്കാരുമായിട്ട് പോയി. എന്ന് തന്നെയല്ല, വലിയ പണം അവന്റെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ അതിനെ കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുകയാണ്. 9 രാജാക്കന്മാരുടെ സ്വത്ത്, അതിനകത്ത് ചെരുപ്പിന്റെ ഒരു വാറ് പോലും എടുക്കുവാൻ അവൻ തയ്യാറായില്ല. ചെറിയ കാര്യമല്ല. യേശു കർത്താവ് അങ്ങനെയാണ്. യേശു രാജാവാക്കാൻ ആളുകൾ വന്നപ്പോൾ അവന് ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്ന് തന്നെയല്ല, സംതൃപ്തി. അതാണ് ഞാൻ പറഞ്ഞത്. സമൃദ്ധി അല്ല വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത്, സംതൃപ്തിയാണ് ആവശ്യമായിരിക്കുന്നത്. സമൃദ്ധിയുള്ള ആളുകൾ അല്ലെങ്കിൽ സമൃദ്ധി പ്രസംഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, സമൃദ്ധി പ്രസംഗിക്കാനല്ല വേദോസം നമ്മളെ വിളിച്ചിരിക്കുന്നത്, സംതൃപ്തി പ്രസംഗിക്കാനാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ എന്നുള്ളതാണ് വേദോസം പഠിപ്പിക്കുന്നത്. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ. സംതൃപ്തിയോടുകൂടിയ ഭക്തി, അലംഭാവത്തോടുകൂടിയ ഭക്തി എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ. സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാണ്. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് സംതൃപ്തിയാണ് എന്ന് നമ്മൾ കണ്ടു. ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് അബ്രഹാമിന്റെ ജീവിതത്തിൽ എന്താണ്? അവന്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വലിയ ഒരു വാർത്ത അവൻ, അല്ലെങ്കിൽ ഒരു വലിയൊരു വാഗ്ദത്തം അവൻ കേൾക്കുകയാണ്. എന്ത്? നിനക്കൊരു മകനുണ്ടാകാൻ പോകുന്നു 100-ാമത്തെ വയസ്സിൽ. പക്ഷെ അവന്റെ സ്വകാര്യമായ ആഘോഷങ്ങൾക്കപ്പുറത്ത് നശിച്ചു പോകുന്ന സോതോമിലെയും ഗൊമോറയിലെയും ജനങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ കരയുകയാണ്, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഒരു
പുതിയ അല്ലെങ്കിൽ മറ്റൊരു ക്യാരക്ടർ മോശയുടെ കാര്യം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം. അപ്പോൾ യേശുവിന്റെ സ്വഭാവം തിരഞ്ഞെടുക്കാനുള്ള അവകാശം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നു. എന്താണ്? അവൻ ദാരിദ്ര്യം തിരഞ്ഞെടുത്തു. യേശു ദാരിദ്ര്യം തിരഞ്ഞെടുത്തു സമൃദ്ധി, നമ്മളെ സമൃദ്ധരാക്കാൻ വേണ്ടി. അത് മോശയുടെ ജീവിതത്തിൽ നമ്മൾ, അബ്രഹാമിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ അവൻ സംതൃപ്തനായി. ലോകത്തിന്റെ മോഹങ്ങൾ വന്നപ്പോൾ, പണം അവന്റെ മുന്നിൽ വന്നപ്പോൾ അവൻ അതിന്റെ പിന്നാലെ പോയില്ല. അബ്രഹാം പോയില്ല. യേശുവും അവനെ രാജാവാക്കാൻ പരിശ്രമിച്ചപ്പോൾ അതിനെ ഉപേക്ഷിക്കുകയാണ് എന്ന് തന്നെയല്ല. ഭൂമിയിലെ സകല സമ്പത്തും പിശാചവന്റെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ അവൻ അതിന്റെ പിന്നാലെ പോയില്ല, അല്ലേ? അവൻ അതിന്റെ പിന്നാലെ പോയില്ല. അതുകൊണ്ട് സമ്പത്തിനോടും സമൃദ്ധിയോടും ഒരു പരിധി വരെ പദവികളോടും എല്ലാം നമുക്കൊരു വിരക്തി, അല്ലെങ്കിൽ വിരക്തി എന്നുള്ളതിനേക്കാൾ ഉപരി നിസ്സംഗത, അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക്. ഒരു നിസ്സംഗത നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു ആത്മീയമായ ക്യാരക്ടറാണ്. ഇത് ഞാൻ പറയാൻ കാര്യം, ഇന്ന് ഒട്ടുമില്ലാത്തതാ. ഇന്ന് മനുഷ്യന് ഒട്ടുമില്ലാത്തത് ഒരു നിസ്സംഗതയില്ല. പണത്തോടും പദവികളും കാണുമ്പോഴത്തേക്ക് ചാടി വീഴുകയാണ്. അതൊരു ക്രിസ്തീയ സ്വഭാവമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അതുപോലെയുള്ള ഒരു സ്വഭാവമാണ് സൗമ്യത എന്ന് പറയുന്നത്. സൗമ്യത. കർത്താവ് പല കാര്യങ്ങൾ ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ല. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, പ്രസംഗിക്കാൻ പഠിപ്പിച്ചില്ല, പക്ഷെ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. കാര്യം പ്രസംഗത്തെക്കാൾ വലുതാണ് അത് പ്രസംഗം. അതിനകത്ത് ഒരു പാളിച്ച ഉണ്ടാകുന്നതിനേക്കാൾ പ്രശ്നമാണ് പ്രാർത്ഥനയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ. പ്രസംഗിക്കുമ്പോൾ നമ്മൾ ജനങ്ങളോട് സംസാരിക്കുക, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് വളരെ പഠിക്കണം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വെച്ചാൽ അതിന്റെ വാചകം കാണാതെ പഠിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവേ, അല്ലെങ്കിൽ ആകാശത്തിലുള്ള ഞങ്ങളുടെ ബാവ എന്നുള്ള അത് പറയുന്നതിനകത്ത് പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ വാക്കുകൾ അല്ല അതിനകത്തെ വിഷയം, അതിന്റെ സന്ദേശമാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് കർത്താവ് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത് പറയുന്നത് ഞങ്ങളുടെ പിതാവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്നല്ല. എൻ്റെ പ്രാർത്ഥന എനിക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്ക് വേണ്ടിയാണ്. ആകാശമുള്ള എൻ്റെ പിതാവേ എന്ന് പോലുമല്ല, എനിക്ക് ആവശ്യമുള്ള ആഹാരം എനിക്ക് തരണമെന്നല്ല. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ, അല്ലേ? അല്ലാതെ എൻ്റെ ആഹാരമല്ല വിഷയം, ഞങ്ങളുടെ. അതാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്, ഞങ്ങളുടെ. അതായത് ആ ഒരു കൂട്ടായ്മ, അല്ലാതെ എൻ്റെ എന്ന സ്വാർത്ഥതയിൽ നിന്ന് ഞങ്ങളുടെ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ പ്രാർത്ഥന മാറണം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചെന്ന്. അതുപോലെ പക്ഷേ സ്നേഹിക്കാനൊന്നും അങ്ങനെ പഠിപ്പിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? സൗമ്യത എന്ന് പറയുന്നത്. കാരണം സ്വാഭാവികമായി നമ്മൾ ആരും ഈ പറയുന്ന പോലെ വലിയ സൗമ്യരൊന്നും അല്ല. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, സൗമ്യത പഠിച്ചേ പറ്റുള്ളൂ. അതിന് ചിലപ്പോൾ ഒരു മുഖമൊക്കെ വേണ്ടി വരികയും ചെയ്യും. സൗമ്യത പഠിക്കണമെങ്കിൽ ചില സമയത്ത് ഒരു മുഖം പോലും ആവശ്യമായി വരും. അതുകൊണ്ട് അവന്റെ മുഖം ഏറ്റുകൊണ്ട്, എന്റെ മുഖം ഏറ്റുകൊണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. അപ്പോൾ നമ്മൾ സൗമ്യത കാണിക്കുമ്പോൾ നമ്മൾ യേശുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാവുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പഴയ നിയമത്തിൽ മോശയുടെ ജീവിതത്തിൽ അവന്റെ സൗമ്യതയെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം സംഖ്യാപുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം അതിന്റെ 12-ാമത്തെ അധ്യായത്തിൽ അവിടെ അവിടെ എഴുതിയിരിക്കുന്നത്, മോശ ഒരു കൂശ്യസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശ്യസ്ത്രീ നിമിത്തം മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിരിയാമിനോടും, നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തെങ്കിൽ വരുവിനെന്ന് കൽപ്പിച്ചവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്ക് നിന്ന് അഹരോനെയും മിരിയാമിനെയും വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, എന്റെ വചനങ്ങളെ കേൾപ്പിൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായി ഞാൻ അവനെ ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിലോട് അരുളി ചെയ്യുകയും ചെയ്യും. എന്നാൽ എന്റെ ദാസനായ മോശം അങ്ങനെയല്ല, അവൻ എന്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. ഞാൻ അരുളി ചെയ്തത് മറവറുകളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെയിരിക്കെ നിങ്ങൾ എന്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു, അവൻ മറഞ്ഞു. നോക്കുക, മേഘവും കൂടാരത്തിൽ നിന്ന് നീങ്ങിപ്പോയി. മിരിയാം ഹിമം പോലെ വെളുത്ത കുഷ്ഠരോഗിണിയായി. അഹരോൻ മിരിയാമിനെ നോക്കിയപ്പോൾ അവൾ കുഷ്ഠരോഗിണി എന്ന് കണ്ടു.
അഹരോൻ മോശയോട്, അയ്യോ യജമാനനെ, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയ ഈ പാപം ഞങ്ങളുടെ മേൽ വെക്കരുതേ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാവളയെ പോലെ ഇവൾ ആകരുത് എന്ന് പറഞ്ഞു. അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ, അവളെ സൗഖ്യമാക്കണമെന്ന് നിലവിളിച്ചു. യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം, പിന്നത്തേതിൽ അവളെ ചേർത്തോളാം എന്ന് പറഞ്ഞു. ഇങ്ങനെ മിര്യാമിനെ 7 ദിവസം പാളയത്തിന് പുറത്ത് ആക്കി അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു. ഈ വേദഭാഗം വായിച്ചത് പലപ്പോഴും നമ്മുടെ ഭാഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയത്തില്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് വലിയ അർത്ഥമില്ല. അതുകൊണ്ടാണ് ആ സ്റ്റോറി മറക്കാതിരിക്കാൻ പറഞ്ഞതാണ്. ഇനി നമുക്ക് പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് എല്ലാം വായിച്ചാൽ നല്ലതാണ്, പക്ഷേ അതിനുള്ള സമയത്തിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മോശ ഒരു കൂശസ്ത്രീയെ വിവാഹം ചെയ്യുന്നതുകൊണ്ട് കൂശസ്ത്രീ മുതൽ മിര്യാമോ അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. മോശ പിന്നീട് ഒരു കല്യാണം കഴിച്ചെന്നുള്ള നിലയിലാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്. അതായത് സിപ്പോറായെ അല്ലാതെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. പക്ഷെ അങ്ങനെ ഒരു അർത്ഥമില്ല ഇതിനകത്ത്. ഞാൻ ഈ കൂശ എന്ന് പറയാനുള്ള കാരണം, ഇവർ സിപ്പോറായെ തന്നെയാണ് ഈ കൂശ സ്ത്രീ എന്ന് വിളിക്കുന്നത്. അവൾ മിദ്യാന്യ സ്ത്രീ ആണെങ്കിലും മിദ്യാനിൽ എത്യോപ്യയിൽ നിന്നും കുടിയേറിയവരായ ഒത്തിരി പേരുള്ളതുകൊണ്ട് ആ പ്രദേശത്തുള്ളവരെ കളിയാക്കി കൂശിയ സ്ത്രീ എന്ന്, കൂശിയരെന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലായപ്പോഴാണ്. അതുകൊണ്ട് മിരിയാം സിപ്പോറ ഒരു കൂശിയ സ്ത്രീ അല്ലെങ്കിൽ പോലും ആ പ്രദേശത്ത് നിന്ന് വരുന്നത് കൊണ്ട് അവളെ അങ്ങ് കളിയാക്കി വിളിക്കുന്നതാണ്. ഇപ്പൊ നമ്മളിപ്പോ ലണ്ടനിൽ കുറച്ചുനാൾ താമസിച്ച ആരെങ്കിലും കൊച്ചി വന്ന് പിന്നെയും താമസിച്ച് അവളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ കളിയാക്കി വിളിക്കും, ഓ അവളൊരു മദാമ്മ വന്നിരിക്കുന്നു എന്ന് നമ്മൾ പറയും. ശരിക്കും മദാമ്മയല്ല, പക്ഷേ ലണ്ടനിൽ താമസിച്ചിട്ട് തിരിച്ചു വന്നപ്പോൾ കിട്ടിയ ഒരു പേരാ, കളിയാക്കി പേരാ. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ്. അല്ലാതെ മോശ വേറെ പോയി കല്യാണം കഴിച്ചെന്നല്ല അതിന്റെ അർത്ഥം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്നാൽ ഇവിടെ ഈ കൂശിയ സ്ത്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിപ്പോറ എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു നാത്തൂൻ പോരെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുമല്ലോ. നാത്തൂൻ പോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഭർത്താവിന്റെ സഹോദരിയും ഒരു ഭാര്യയും ഭർത്താവിന്റെ സഹോദരിയും തമ്മിലൊക്കെ ഉണ്ടാകുന്ന പോരെന്ന് കൂട്ടിയാൽ മതി. ഈ മിരിയാം എന്ന് പറയുന്നത് മോശയേക്കാൾ നല്ല പ്രായമുള്ള വ്യത്യാസമുള്ള ഒരു സ്ത്രീയാണ്. നിങ്ങൾക്കറിയാം, പെങ്ങളാണ്. അപ്പൊ അവരുടെ ഒരു പ്രത്യേകത, ഈ മോശയോട് ഭയങ്കര ഇഷ്ടവുമാണ്. കാര്യം കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റോറിയൊക്കെ അറിയാമല്ലോ. അവളാണല്ലോ ഞാങ്ങണപ്പെട്ടി എവിടെ പോകുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പൊ അങ്ങനെ വളരെ സ്നേഹത്തോടെയും ഒക്കെ ഈ മോശയെ വളർത്തിക്കൊണ്ട് വന്ന സമയത്താണ് പിന്നീട് മോശ മിസ്രൈമിൽ നിന്ന് ഓടിപ്പോയി 40 വർഷം മിദ്യാനിൽ ഇടയനായിട്ട് താമസിച്ചു. അതിനുശേഷം മടങ്ങി വരുന്ന സമയത്ത്, നിങ്ങൾക്ക് സ്റ്റോറി അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. മടങ്ങി വരുന്ന സമയത്ത് സിപ്പോറായും മോശയുടെ കൂടെ വരാനായിട്ട് പ്ലാൻ ചെയ്തു. അത് ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നില്ല. എന്തുകൊണ്ട് സിപ്പോറ മോശയോട് വരാൻ പ്ലാൻ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. അവൾ പറഞ്ഞത്, മിസ്രൈമിൽ ചെന്ന് കഴിഞ്ഞാൽ ഫറവോൻ മോശയെ കൊല്ലും, നിങ്ങൾ ചാകുന്ന എനിക്ക് കാണാൻ വയ്യ, അതുകൊണ്ട് ഞാനും വരിക കൂടെ എന്ന് പറഞ്ഞ് ഏതൊരു സ്ത്രീയും ചെയ്യുന്ന കാര്യമാണ്. അത്രേ ഉള്ളൂ. അതിനായി അവിടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ദൈവം ഇടയ്ക്ക് സത്രത്തിൽ വെച്ച് മോശയെ എതിരിട്ട് ചെന്നു, അവനെ കൊല്ലുവാൻ ഭാവിച്ചു. ഞാൻ ആദ്യം വായിച്ചപ്പോൾ ചിന്തിച്ചടാ, ഇതെന്തൊരു കഷ്ടമാണ്. അവിടെ മോശയുടെ യാതൊരു തെറ്റിനെ കുറിച്ചും പറയുന്നില്ല. പിന്നെന്താണ് ഇവനെ കൊല്ലാൻ ഭാവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്? അപ്പോൾ സിപ്പോറ ഒരു കൽക്കത്തി എടുത്ത് മകന്റെ അഗ്രചർമ്മം മുറിച്ച് അവന്റെ മുമ്പിലിട്ടു, മോശയുടെ മുമ്പിൽ. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചിന്തിച്ച ദൈവത്തിന് മുമ്പിൽ ഇട്ടെന്ന. ശരിക്കും ദൈവത്തിന് മുമ്പിലല്ല, മോശയുടെ മുമ്പിൽ തന്നെ. അത് വായിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാകും. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവം ഇവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്തുകൊണ്ട് ഇവനെ മിസ്രൈമിലേക്ക് പറഞ്ഞു വിടുന്നില്ല? നിന്റെ പേടി അവൻ മരിക്കുമെന്നാണ്, ഇല്ലേ? അവൻ കൊല്ലപ്പെടും. പക്ഷേ അവൻ ചാകാനാണെങ്കിൽ അവനിപ്പോ മിസ്രൈമിൽ ചെന്ന് ചാകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വെച്ച് വേണമെങ്കിൽ എനിക്ക് അവനെ കൊല്ലാം. അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇവനിപ്പോ ജീവിച്ചിരുന്നിട്ട് കൊടുക്കാനാ? ഞാന് ഒറീസയിൽ നമ്മളുടെ ഗ്രഹാം സ്റ്റെയിൻസ് മരിച്ച സമയത്ത്, അതിനുശേഷം ഞാനന്ന് UBS യൂണിയൻ ബൈബിൾ സെമിനാരിൽ അവരുടെ മിഷൻ വീക്കിന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒറീസയ്ക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകാൻ നേരം എല്ലാവരും എന്നോട് ചോദിച്ചു, സാജു ഇപ്രാവശ്യം ഒറീസയ്ക്ക് പോകുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. അയ്യോ ഇപ്പൊ പോണോ? അയ്യോ നമ്മള് ബുദ്ധിപൂർവ്വം ഇടപെടണ്ടേ, ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, എന്തോ ഈ പ്രശ്നം? നമുക്ക് ജീവൻ പോലും തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നാ ഉറപ്പുണ്ടോ? എടാ, ഈ വീടിനകത്തിരുന്ന് കഴിഞ്ഞാൽ ഇടി വെട്ടിയാലും ചാകണമെങ്കിൽ ചാകും. അതിനേക്കാളും നല്ലതല്ലേ അവിടെ പോയി കർത്താവിന് വേണ്ടി മരിക്കുന്നു.
അതുകൊണ്ട് എന്താണെങ്കിലും ഇവിടെ ഇരുന്നാലും എന്തില്ല, ജീവിക്കുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് ചാകുന്നെങ്കിൽ ചാകട്ടെ. ഞാനേതാണെങ്കിലും പോകാൻ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ദൈവം എന്നോട് പോകണ്ടെന്നൊന്നും പറഞ്ഞില്ല. പോകാൻ പറഞ്ഞു, പക്ഷെ പോകണ്ടെന്ന് വിലക്കിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പോകാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതേപോലൊരു സാഹചര്യത്തിൽ മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ മിസ്രൈമിൽ പോയി കഴിഞ്ഞാൽ ചാകുമെന്നാണ് സിപ്പോറ പറയുന്നത്. സിപ്പോറയുടെ കർത്താവ് പറയാണ്, അവനെ കൊല്ലണമെങ്കിൽ എനിക്ക് മിസ്രൈമിൽ കൊല്ലേണ്ട കാര്യമൊന്നുമില്ല. അവനിപ്പോ വേണമെങ്കിലും മരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അതുകൊണ്ട് സിപ്പോറ അതുവരെ അവൾക്കുണ്ടായിരുന്ന ബന്ധമെന്ന് പറയുന്നത് ഒരു സാധാരണ സ്ത്രീക്ക് ഒരു സാധാരണ ഭർത്താവിനോടുള്ള ഏറ്റവും നല്ല ബന്ധമാണ്. അത് മോശം ബന്ധമൊന്നുമല്ല. ഭർത്താവ് മരിക്കരുതെന്ന് ഏത് സ്ത്രീയും ആഗ്രഹിക്കത്തില്ലേ? അല്ലെങ്കിൽ അവൾ ഭാര്യയാണ്, ഇല്ലേ? സോ അതൊരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. പക്ഷേ ദൈവികമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ദൈവം ഒരാളെ വിളിക്കുമ്പോൾ ഒരു ഭാര്യ അതിനെതിരെ നിൽക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ചാകും, ഇങ്ങനെ പോയ പിള്ളേരുടെ കാര്യം എന്തോ ആകും, പിള്ളേർ വളർന്നു വരിക എന്നൊരു ചിന്തയുമില്ല, സുവിശേഷമാണെന്ന് പറഞ്ഞങ്ങ് നടന്നാൽ മതി എന്ന് പറയരുത്. കാരണം നിങ്ങൾ ഈ പറയുന്നത് പോലെ ചിന്തിച്ചുകൊണ്ടിരുന്നാലും ഇതൊന്നും നടക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എത്ര ചിന്തിച്ച് പിള്ളേരുടെ വിദ്യാഭ്യാസം എങ്ങനെയാണ് നടക്കുന്നത്, ഇവളെ എങ്ങനെയാണ് കെട്ടിക്കുന്നത്, നിങ്ങൾ ചിന്തിച്ചാൽ ഇത് വല്ലതും പഠിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചാൽ കെട്ടിക്കാൻ പറ്റുമോ? അതൊക്കെ ദൈവകൃപ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്താലേ നടക്കൂ. അല്ലാതെ നിങ്ങൾ എത്ര കിടന്ന് ചാടിയാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദൈവം ഒരാളെ വിളിക്കുമ്പോൾ ഭാര്യമാര് കൂടെ നിന്നോണം, ഭർത്താക്കന്മാരും കൂടെ നിന്നോണം. എന്റെ ഭാര്യ മാത്രം പറയുന്നതല്ല. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെന്റെയുള്ളം നന്നേ നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നുമെന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയൻ അനന്തം വന്ദനമേ. എന്റെ പൊന്നീടയൻ അനന്തം വന്ദനമേ. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികയുള്ള മഹൽ ശക്തി നീയേ നാഥ, അന്തികയുള്ള മഹൽ ശക്തി നീയേ. പാതൻ സന്നിധിയിലെൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ.
കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നിർത്താൻ കഴിവുള്ളവനെ. മന്നീടത്തിലടിയാൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു. ദേവാ വന്ദനം ചെയ്യും തിരുനാമത്തിനു. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. മന്നീടത്തിലടിയാൻ ജീവിക്കും നാളെന്നും വന്ദനം ചെയ്യും തിരുനാമത്തിനു. ദേവാ വന്ദനം ചെയ്യും തിരുനാമത്തിനു.